കുറേ അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്. ഇതുപോലെ ഈ ഫോറസ്റ്റിന് IFSR എന്നൊക്കെ പറയത്തല്ലേ. അപ്പം അതുപോലെ തന്നെയുള്ള സർവീസാണ് IAM. ഈ മാനേജ് ഇക്കണോമിക്, ഫൈനാൻസ്, ടാക്സേഷൻ ഇങ്ങനെയുള്ള മേഖലയിലാണ് ഇത്. മാനേജ്മെൻറ്റ് കോഴ്സാണിത്. ഇതിന് നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ തന്നെ അപ്പം തന്നെ ജോലി ഉറപ്പാവും. അപ്പം IAM കയറി പറയുന്നത് ഭയങ്കര പാടാണ്. കാര്യം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കാണ്. ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ കൊമേഴ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ സ്റ്റുഡൻ്റാണ് പുണ്യ. പക്ഷേ പുണ്യ ഫസ്റ്റ് റാങ്ക് കിട്ടിയെങ്കിലും പുണ്യയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IAM പോകാനുള്ള കൊതിയുണ്ട്. പക്ഷേ അവിടെ നിന്ന് വെച്ചാൽ കോമ്പറ്റീഷനാണ്. കാര്യം ഈ ഓൾ ഇന്ത്യ എക്സാമാണത്. ചിലപ്പോൾ 8 ലക്ഷം പേര് എഴുതും, ചിലപ്പോൾ 5 ലക്ഷം പേര് എഴുതും. മെറിറ്റ് സീറ്റ് പോലും 2500 ഉള്ളൂ. ഈ 3 ലക്ഷം പേര് എഴുതിയാലും 8 ലക്ഷം പേര് എഴുതിയാലും മെറിറ്റ് സീറ്റ് എന്ന് പറയണത്, യോഗ്യതയിൽ കയറണത് സീറ്റ് 2500 ഉള്ളൂ. അപ്പോൾ ഇന്ത്യ മുഴുവനുമുള്ള ആൾക്കാർ 8 ലക്ഷം ആൾക്കാർ 5 ലക്ഷം ആൾക്കാരോട് കോമ്പറ്റ് ചെയ്യണം. അതിൽ 2500 കയറി വരണം. പാടാണ്. അത്തരം ഇടിപെട്ട് ടെസ്റ്റുകളാണ് ഉള്ളത്. പക്ഷേ ഇവിടെ അതുകൊണ്ട് പുണ്യ പറയും, ഉടമ്പടി എടുത്തിട്ട് പറയും, അമ്മ ഞാൻ അടുത്ത കൊല്ലം എഴുതാം, എനിക്ക് ഇപ്പോൾ തന്നെ ആംബിയർ ഇല്ലെന്ന് പറയും. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. എന്താണ്? അടുത്ത കൊല്ലം കാറ്റ് എക്സാമിനാണ് പോകേണ്ടത്. അതായത് അത് അടുത്ത കൊല്ലം എഴുതാം. എനിക്ക് ഒരു കൊല്ലം ഞാൻ പഠിച്ചിട്ട് അടുത്ത കൊല്ലം എഴുതാം. ഇപ്പോഴത്തെ അടുത്ത കൊല്ലത്തിനെ ഒക്കുമെന്ന് അറിയത്തില്ല. കാര്യം ഹൈ കോമ്പറ്റീഷൻ അല്ലേ ഈ സംഭവം. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഈ ഒരു കൊല്ലം വെറുതെ കളയണ എന്താ, എഴുതി നോക്കാമെന്ന് പറയും. ഒരു കൊല്ലം വെറുതെ കളയണ എന്താ, എഴുതി നോക്കാമെന്ന് പറയും. അങ്ങനെ IAM പരീക്ഷയ്ക്ക് പോകും. IAM പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞിട്ട് അപ്പോൾ 2 ആഴ്ച സംബന്ധിച്ചിടത്തോളം 2 ആഴ്ച ഈ ഇംഗ്ലീഷ് ഇവർക്ക് ഭയങ്കര ഫ്ലുവൻ്റാണ്. പക്ഷെ മാത്സിൻ്റെ അകത്ത് വരുമ്പോൾ വെള്ളം കുടിക്കും. അപ്പം അതുകൊണ്ട് മാത്സ് എന്തുമാത്രം അവസാനം അത് തലക്കയറാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇവൾ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അമ്മയോട് പറയും, അമ്മ എൻ്റെ IAM ഓണർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ടിൽ എന്ന് പറയണത്. അമ്മ